ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പാടിയത് കുമാരനാശാനാണ്. കുമാരനാശാൻ ഇരുന്ന അതേ കസേരയിൽ ഇരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നു, ജാതി നോക്കി വോട്ട് ചെയ്യുന്നവരാണ് മിടുക്കന്മാർ എന്ന്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇനിയും ജാതി തിരിച്ചു തന്നെ പോകും അല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നേർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട, ഭീതിയാണ്, പേടിയല്ല, ഭീതി വേണ്ട തരീകതെനിക്ക് നീ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് മൊത്തത്തിൽ നോക്കണം. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നേർ, ജലം, ജലം, ജലം എന്നാണ്, വെള്ളം എന്നാണ്. നാവു വരണ്ടിട്ട്, നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്ക് നീ, വെള്ളം കുടിക്കുന്നു. ഞാൻ ജാതിയല്ലല്ലോ ചോദിച്ചത്, വെള്ളമാണ്. അവൾ സ്വയം പറയുകയാണ്, ഞാനൊരു ചണ്ടാല, ഗ്രാമത്തിന് പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ്റെ അതെ എൻ്റെ മകളാണ്, അതുകൊണ്ട് എൻ്റെ വെള്ളം ചോദിച്ചതേ ഉള്ളൂ. ചോദിച്ചപ്പോഴത്തെ മറുപടി ജാതിയാണ്. അപ്പോൾ ജാതിയാണ് അവർ പറയും. ഇത് തന്നെയാണ് വെള്ളാപ്പള്ളിയും പറയും. നിങ്ങൾക്കൊരു സ്കൂളിൽ പ്രവേശനം വേണമെങ്കിൽ ജാതി പറയണം, എഴുതണം, എഴുതി കൊടുക്കണം രേഖാമൂലം. ജോലിക്ക് ജാതി എഴുതി കൊടുക്കണം. ഇപ്പോൾ സെൻസസ് വരുന്നു, അതിലും ജാതി പറയണം. രാഹുൽ ഗാന്ധിയുടെ നിർബന്ധം കൊണ്ടാണ് നടപ്പാക്കിയതെന്ന് രാഹുൽ ഗാന്ധി തന്നെ അവകാശപ്പെടുന്ന ജാതി സെൻസസിൽ നമ്മൾ ജാതി പറയണം. അങ്ങനെ ജാതി സെൻസസ് എന്ന് പറയുന്നത് പിന്നെ ജാതി പറച്ചിലല്ലേ അല്ലേ? പിന്നെ വെള്ളാപ്പള്ളി ജാതിയുടെ കാര്യം പറയുമ്പോൾ വി ഡി സതീശനാണ് ആദ്യത്തെ വെടി പൊട്ടിച്ചത്. ജാതി ചോദിക്കരുത് പറയരുതെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്തുടർച്ചയല്ല അദ്ദേഹം നടത്തുന്നത്, അതിൻ്റെ പാദമുദ്രയല്ല പിന്തുടരുതെന്ന് വി ഡി സതീശൻ പറഞ്ഞത് അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി. താൻ ഈ ഈഴവ വിരുദ്ധനാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മറുപടി പറഞ്ഞത്. അതിനുള്ള പ്രതികരണമായിട്ടാണ് ശ്രീനാരായണ ഗുരുവിന് പറഞ്ഞതിന് വിരുദ്ധം. ശ്രീനാരായണ ഗുരു അത് പറഞ്ഞു, അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നില്ല. ഭരണത്തിൻ്റെ സർവ്വതലങ്ങളിലും രാഷ്ട്രീയത്തിൻ്റെ സർവ്വതലങ്ങളിലും ഈ ജാതി തന്നെയല്ലേ പ്രശ്നം. വിജയനാഥിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ നടത്തി പരിചയമുണ്ടല്ലോ, പ്രചണ്ഡമായ പ്രചാരണങ്ങളിലും ഒക്കെ നോക്കിയിട്ട് പരിചയമില്ലേ? ഇത്രയും കാലത്തെ പരിചയമില്ല. ജാതിയല്ലേ അടിസ്ഥാനം? സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് അടിസ്ഥാനം ജാതിയല്ലേ? പാർട്ടിയുടെ ഭാരവാഹികളെ കോൺഗ്രസ് തീരുമാനിക്കുന്നതിന് അടിസ്ഥാനം ജാതിയല്ലേ? ഒരു ഈഴവനായിട്ടുള്ള കെ സുധാകരനെ, എനിക്ക് ആ ജാതിയുടെ പ്രേമമൊന്നും ഉണ്ടായിട്ടല്ല, മാറ്റിയിട്ട് നേരെ കൊണ്ടുവന്നത് സണ്ണി ജോസഫിനെ. ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ജാതിയിലേക്ക് തന്നെ ഞങ്ങളുടെ പാർട്ടിയെയും കൊണ്ടുപോയിട്ട്, അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ ദേശീയ സുരക്ഷിതത്വത്തിന് ഭീഷണമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നക്സൽ മേഖലയിൽ നടത്തിയപ്പോൾ സംശയം തോന്നി. FIR വളരെ വ്യക്തമായിട്ടിട്ട് അത് മനുഷ്യക്കടത്താണ്, അതുപോലെ നിയമവിരുദ്ധമായ മതം മാറ്റലാണ് എന്നുള്ളത് ഇട്ട് ആ FIRനെ പറ്റിയല്ല സംസാരിക്കുന്നത്. കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ആരും നിരപരാധികളാവുന്നില്ല. തെറ്റ് ചെയ്തവരെല്ലാം തെറ്റ് ചെയ്തവർ തന്നെയാണ്. അങ്ങനെയാണെങ്കിലേ ഫാദർ മുളയ്ക്കലുണ്ടല്ലോ, ഫ്രാങ്കോ മുളയ്ക്കൽ, അദ്ദേഹം ഈ വസ്ത്രം തിരുവസ്ത്രമാണ് ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണെന്നും പറഞ്ഞ് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. സിസ്റ്റർ സെബി നിരപരാധിനിയാണെന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഫാദർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി, പൂതൃക്കൈ, എനിക്ക് നമ്മുടെ അതെ, അദ്ദേഹത്തിന് വേണ്ടി ലോഹയിട്ട് ആളിനെ പിടിക്കുകയോ എന്ന് പറഞ്ഞിട്ട് പണ്ടാൽ ബ്രാഹ്മണരെ ശിക്ഷിക്കാൻ പാടില്ലെന്ന് പറയുമായിരുന്നല്ലോ. എന്ത് തെറ്റ് ചെയ്താലും ബ്രഹ്മഹത്യ ഭാവമെന്നും പറയാം, അവരെ ആരും ശിക്ഷിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാതി നോക്കി, മതം നോക്കി, വോട്ട് ബാങ്ക് രാഷ്ട്രീയം നാണമില്ലാതെ നടത്തിക്കൊണ്ട്. വിജയനാഥ് കണ്ടോ ആ വീഡിയോ? ഛത്തീസ്ഗഡ് സിസ്റ്റർമാരെ ഇളക്കി വിളിച്ചിട്ട് ആ ക്യാമറ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ എത്തിയെന്ന് വലിഞ്ഞ് നോക്കുക. കാരണം തള്ളാണ് അവിടെ ക്യാമറയുടെ മുമ്പിൽ വരാൻ. സിസ്റ്റർമാരെ മോചിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ രാഷ്ട്രീയക്കാർ തമ്മിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പിന്നാണ് വരുന്ന CPI നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണിതെന്നൊക്കെ നമ്മൾ പിന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് പറയുന്നത്, സത്യം 2 ചുവട് നടക്കുമ്പോഴത്തേക്കും കള്ളം ലോകം മുഴുവൻ സഞ്ചരിച്ച് തിരിച്ചു വന്നിരിക്കും എന്ന് പറയുന്നത്. അതുപോലത്തെ കള്ളവും നറേറ്റീവ്സും ആയിരുന്നു ഛത്തീസ്ഗഡ്. ഈ കേസിലുണ്ട്. അതിൻ്റെ പിന്നിൽ എന്താ ഉള്ളത്? സമുദായമല്ലേ. ജാതി എന്ന് പറയുന്നില്ല, മതം എന്ന് പറയുന്നില്ല, സമുദായം. മതേതരത്വമൊന്നും ഭരണഘടനയിൽ എഴുതി കാര്യമില്ല. നിങ്ങളുടെ എല്ലാ നടപടികളിലും പ്രയോറിറ്റി ജാതിയും മതവുമാണ് വരുന്നത്. ഇത് തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞുള്ളൂ. വെള്ളാപ്പള്ളി പറയുമ്പോൾ മാത്രം അത് കുഴപ്പം. പശവും പക്ഷിക്ക് മാത്രം ചിലയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ എല്ലാ പക്ഷിക്കും കരയാനുള്ള ആകാശത്തിൻ്റെ വിശാലമായ സ്വാതന്ത്ര്യമില്ലേ? ചിറക് പക്ഷിയുടേതല്ലേ, അതിൻ്റെ തൊണ്ടയും പക്ഷിയുടേതല്ലേ, അതിനൊന്നും പാടിക്കൂടെ? പശുവിന് പക്ഷേ പാടാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് വെള്ളാപ്പള്ളി എന്ത് പറയുമ്പോഴും അത് വശപ്പിശകായിട്ട് രാഷ്ട്രീയക്കാർ കണക്ക് കൂട്ടുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ചില സമുദായക്കാർ, അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പറയുകയല്ല, ചില സമുദായക്കാർ അവരുടെ ആളിനെ നോക്കി വോട്ട് ചെയ്യും.
എന്നാൽ ഈഴവർ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യും. ഈഴവ വോട്ടുകൾ മുഴുവൻ ആ. ഭിന്നിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നവും തോന്നുന്നു. ഭിന്നിച്ചു പോകുന്നു എന്നുള്ള സത്യമാണ്. അവർക്കൊന്നും നേടാൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടുന്നില്ല. ഇതുപോലൊരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് ഒരു ഈഴവനെ അറസ്റ്റ് ചെയ്ത ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് അവനവർക്ക് കഴിയുമോ? ഇത്രയും പ്രതിഷേധവും പ്രഷറും ഉണ്ടാവുമോ? വിജയകാന്ത് നിഷ്പക്ഷമായിട്ട് പറഞ്ഞു നോക്കും, ഉണ്ടാവുമോ? ആരും അറിയില്ല. ഇപ്പം 24 CPM-ന്റെ കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ടുകളെല്ലാം പോയി 2024 ലോക്സഭയിൽ. അത് CPM തന്നെ പറയുന്നുണ്ട്. ഈഴവ വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. അതൊക്കെ ആലപ്പുഴയിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട്. ഓക്കെ. ആ ആലപ്പുഴയിലെ തന്നെ കാർത്തികപ്പള്ളി താലൂക്കിലെ SNDP യോഗത്തിൻ്റെ മീറ്റിങ്ങിലാണ് ഇദ്ദേഹം പറഞ്ഞത്. വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ വയ്യ. കുട്ടനാട്ടിൽ ഒരു MLA ജനങ്ങളെല്ലാം കൂടി ജയിപ്പിച്ചു. അവിടെ കൂടുതലുള്ളത് വാസ്തവത്തിൽ ഈഴവരാണ്. ഒരു കെട്ടുവള്ളത്തിലിരുന്ന് പോകാൻ പോലും അത്ര ആൾബലമില്ലാത്ത ഒരു സമുദായത്തിലെ ആളിനെ അവിടെ കൊണ്ട് നിർത്തി. അയാളുടെ പാർട്ടിയുടെ പേര് പോലും എനിക്ക് ശരിക്കും പറയാൻ അറിയത്തില്ല. തോമസ് കെ തോമസ്. അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഈഴവ സമുദായമാണ് കൂടുതൽ. അവർക്ക് വേണ്ടി ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തത് ഈഴവ സമുദായമാണ്. ഈഴവ സമുദായമാണ് കൂടുതൽ ആ പോക്കറ്റ്. പക്ഷേ അത് ഈ കുട്ടനാട്ടിലെ CPM ആ സീറ്റ് എടുക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. NCP അല്ലേ? തോമസ് കെ തോമസും ശശീന്ദ്രനും. അതെ, ഈർക്കിൽ പാർട്ടിയുടെ എല്ലാം സീറ്റ് മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പ്. കാരണം ശശീന്ദ്രൻ ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കത്തില്ല. മതി. തോമസ് കെ തോമസിനെ മാറ്റി നിർത്തി. NCP അല്ലാതെ തന്നെ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ഈഴവ വോട്ടുകൾക്ക് വേണ്ടി ഈഴവരെയും വെള്ളാപ്പള്ളിയുടെ കണിച്ചുകൊള്ളാൻ തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഷോൺ ജോർജ് BJP-യിൽ നിന്ന് മത്സരിക്കും എന്നും അറിയുന്നുണ്ട്. അന്തിമ തീരുമാനം ആയിട്ടില്ല. ഷോണിന് പൂഞ്ഞാറിലായിരിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ആ മണ്ണിലെ കുട്ടനാട്ടിലെ ഈ ഈഴവ വോട്ടുകൾ ഇപ്പം വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലെ, ഒരു കെട്ടുവള്ളത്തിൽ പോലും ആളില്ലാത്ത സമുദായത്തിലെ ആളാണ് അവിടെ നിൽക്കുന്നത്. ആലപ്പുഴ എന്ന് പറയുന്നതും കൊല്ലം എന്ന് പറയുന്നതും ഈഴവ സമുദായത്തിന് മേൽക്കൈയുള്ള 2 ജില്ലകളാണ്. അപ്പോൾ ആ ജില്ലകളിലാണ് ഇത് സംഭവിച്ചത്. ഈഴവ വോട്ടുകൾ ബാങ്കായിട്ട് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പലരുടെയും മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് ഉള്ളതുകൊണ്ടാണ് അവിടെ സിസ്റ്റർമാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ ഈ KPCC ഭാരവാഹികളെല്ലാം കൂടെ കൂടുമ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു ഇടിയുണ്ടാവുമല്ലോ. ഇടിയുണ്ടാവുമല്ലോ. അത് പരസ്യമായിട്ട് വന്ന കാര്യവുമാണ്. തമ്മിത്തല്ല് വരെയായി. സദ്യയ്ക്ക് പപ്പടം വിളമ്പുന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായ അടിപൊളി കലശലായതുപോലെ ഇവിടെയും ആ തർക്കം ഫോട്ടോഷൂട്ടിന് വേണ്ടി ഉണ്ടായത്, ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഉണ്ടായത് പ്രീണനം തന്നെയാണ്. നഗ്നമായ പ്രീണനമാണ്. അല്ല, അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ഈ ഈഴവന്മാരൊന്നും അനുസരിക്കത്തില്ലേ? വെള്ളാപ്പള്ളി പറഞ്ഞാൽ അനുസരിക്കത്തില്ല. വെള്ളാപ്പള്ളി പറഞ്ഞാൽ അനുസരിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിട്ട് ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ട് ചെയ്ത ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈഴവ സമുദായം മൊത്തത്തിൽ പെർട്ടർബ്ഡാണ് ഈയിടെയായിട്ട്. ഒന്നാമത്തെ കാര്യം, ആ സമുദായത്തിൽപ്പെട്ട K. സുധാകരനെ കോൺഗ്രസ് അതിൽ നിന്ന് മാറ്റി. അപ്പം ഞാൻ ചോദിച്ചു, ഒരു MLA ഉള്ളൂ കോൺഗ്രസിനകത്ത്, അത് ബാബുവാണ്. ബാബു ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് വരില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി എത്ര സീറ്റ് വിഭജനത്തിൽ എത്ര ഈഴവർക്ക് കൊടുക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ഒരു MP ഉണ്ട്, അടൂർ പ്രകാശ്. പക്ഷേ അത് പറയുന്നത് അതും പറഞ്ഞു. ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിന് അടൂർ പ്രകാശിന് അടൂരിൽ മാത്രമേ പ്രകാശം ഉണ്ടാക്കാൻ കഴിയൂ. അദ്ദേഹം നേരത്തെ മത്സരിച്ച മണ്ഡലത്തിൽ ജയിച്ചത് വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് എന്നുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് വലിയൊരു പ്രഭാവം കേരളത്തിൽ ചെലുത്താൻ അദ്ദേഹത്തിന് ഇനി LDF-ന്റെ കൺവീനർ എന്നുള്ള നിലയിൽ, UDF-ന്റെ കൺവീനർ എന്നുള്ള നിലയിൽ കഴിയില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എനിക്കറിയില്ല എന്താണ്. പക്ഷേ ഈഴവ സമുദായത്തിൽ മൊത്തത്തിൽ അവരവഗണിക്കപ്പെടുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ടായില്ല. വാസ്തവത്തിൽ അവരുടെ ഫീലിങ്ങിനെ തൻ്റെ വാക്കുകളിലൂടെ പുറത്തു കൊണ്ടുവരാൻ വെള്ളാപ്പള്ളി ശ്രമിച്ചത്, അല്ലാതെ ആ സമുദായത്തെ ഇളക്കുന്നതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ SNDP യോഗത്തിൻ്റെ തുടർച്ച, അവിടെ വേണ്ട പ്രായം കഴിഞ്ഞാലും അദ്ദേഹത്തിന് തിരിക്കാമല്ലോ, അവിടെ തുടരാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. പറയുന്നത് പൊള്ളുന്ന സത്യങ്ങൾ തന്നെയാണ്. ആകമാനം ഇങ്ങനെ ജാതി മതം അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും പ്രഷർ കൊണ്ട് കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഈഴവ സമുദായത്തിന് ഒരു പ്രഷറും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അത് പറയുന്ന വെള്ളാപ്പള്ളിക്ക് കിട്ടുന്നത് തല്ലാണ്, തലൂടലല്ല. മറ്റുള്ളവരെ ഇത് പറയുമ്പോൾ അവർക്ക് കിട്ടുന്നത് തലൂടലുമാണെന്നുള്ളൊരു വ്യത്യസ്തത ഉണ്ട്. ഞാൻ സമുദായം തിരിച്ചോ ജാതി തിരിച്ചോ മതവിദ്വേഷത്തിന് വേണ്ടിയോ പറയുന്ന അല്ലിത്. ഈ ഒരു സത്യം നമ്മൾ കാണണം. അപ്പോൾ എല്ലാവർക്കും തുല്യനീതി എന്നുള്ളത്, ഈ സാമൂഹിക നീതി ഈഴവരോട് കാണിക്കുന്നതിൽ
ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു പരമമായ സത്യം തന്നെയായിട്ട് അവശേഷിക്കുന്നു എന്നുള്ള. ഈഴവർ മാത്രമല്ലെന്നേ, ഈ ആദിവാസികൾക്ക് പുല്ലിൻ്റെ വില പോലും കൽപ്പിച്ചില്ലല്ലോ ഈ സിസ്റ്റർമാരുടെ പ്രശ്നത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അവരുടെ അവസ്ഥ എന്താണ്, ഏതാണ് രീതി. ഏതോ ഒരു സ്ത്രീ ആ കൂട്ടത്തിൽ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ കൺവേർട്ടഡായി, അതോടുകൂടി അവരുടെ ഭാഗമെല്ലാം ഓക്കെ ആണെന്ന് കരുതുക. അപ്പം ഇനി എത്ര ഭഗീരഥമായിട്ടുള്ള പണികൾ അവർ വീട്ടുജോലിയാണെങ്കിൽ ചെയ്യേണ്ടി വരും. നമ്മൾ കണ്ടല്ലേ, ബിന്ദു എന്ന പേരൂർക്കടയിൽ ഒരു ക്രിസ്ത്യൻ വീട്ടിൽ നിന്നിരുന്ന പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ നമ്മൾ കണ്ടില്ലേ. ഗദാമകളെ പോലെ, അറബി നാടുകളിൽ അറബികളുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന ഗദാമകൾ എന്ന് പറയുന്ന സ്ത്രീകളെപ്പോലെ അനുഭവിച്ചുകൊണ്ടായിരിക്കും പലരും ചെയ്യുന്നത്. ഈ അവസ്ഥകൾ ആരെങ്കിലും ഒരു പത്രക്കാരനോ ഒരു രാഷ്ട്രീയക്കാരനോ അന്വേഷിക്കാനുണ്ടോ? സിസ്റ്റർമാർ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ജയിലിൽ കിടന്നത് മാത്രം പ്രശ്നമാവുകയും അങ്ങനെ ജയിലിൽ കിടത്തണമെന്നല്ല ഞാൻ പറയുന്നത്. ബാക്കിയെല്ലാം നിസ്സാര സാമൂഹിക അവസ്ഥകളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത, നക്സലൈറ്റ് ഭീഷണിയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും കാഴ്ചവെക്കുമ്പോൾ അവിടെ ഈ വോട്ട് ബാങ്കിന് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു, ഈഴവ സമുദായത്തിന് അത് ചെലുത്താൻ കഴിയുന്നു ഇല്ല എന്നുമുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് തന്നെയുണ്ട്. അതിനെ വർഗീയവാദം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സാമൂഹിക യാഥാർത്ഥ്യം തന്നെ. എലിഫൻറ്റ് ഇൻ ദ റൂം, മുറിയിലെ ആന പോലെ നമ്മുടെ മുമ്പിലുണ്ട്.